1990 മുതൽ ബി.ജെ.പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ദീർഘകാലം ബി.ജെ.പി കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന O.K. വാസു മാസ്റ്ററാണ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 91 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, പെരിങ്ങളം മണ്ഡലങ്ങളിൽ ബി.ജെ.പിയും മുസ്ലിം ലീഗും വോട്ട് കച്ചവടം നടത്തിയതായാണ് വാസു മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ. മുൻ സംസ്ഥാന പ്രസിഡന്റ് P.P. മുകുന്ദൻ, P.K. കൃഷ്ണദാസ് എന്നിവരും ലീഗ് സംസ്ഥാന നേതാക്കളും തമ്മിലുണ്ടായ ധാരണ പ്രകാരമായിരുന്നു ഇത്. അപ്പോൾ ആ ചെർക്കള അബ്ദുള്ളയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് മാരാർജിക്ക് വോട്ട് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേവലാതിപ്പെടേണ്ടതില്ല, നിങ്ങളിവിടെ ഈ ഒരു 1500 വോട്ട് എന്നുള്ള തോതിൽ ഇവർക്ക് തിരിച്ചു കൊടുത്താൽ അതവിടെ 3000 വോട്ടായിട്ട് അപ്പുറം കിട്ടും, അപ്പോൾ നമ്മളൊരാൾ ജയിക്കും എന്നുള്ള നിലക്ക് ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നടന്നിട്ടുണ്ട്. അത് വോട്ട് കച്ചവടം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച ഡോക്ടർ സേവ്യർ പോളിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സേവ്യർ പോളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് നേതൃത്വം ചെയ്തത്. ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് അട്ടിമറിക്കാൻ P.K. കൃഷ്ണദാസ് ശ്രമിച്ചെന്ന ഗുരുതരമായ ആരോപണവും വാസു മാസ്റ്റർ ഉയർത്തുന്നു. ജയകൃഷ്ണൻ മാസ്റ്റർ മാതാവ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പം പിൻവലിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം എന്താണ് എന്നുള്ളതും നമുക്കറിയില്ല. അതിൻ്റെ ഉത്തരവാദിത്വവും ആ കാര്യവും കൃഷ്ണദാസാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹമാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് ജില്ലയിൽ നടന്ന അക്രമങ്ങളിൽ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് വാസു മാസ്റ്ററുടെ പ്രതികരണം ഇതായിരുന്നു. ഏകാധിപത്യവും ഇതൊക്കെയുള്ള സമയത്ത്, സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമയത്ത്, അതിനുവേണ്ടി പ്രവർത്തകന്മാർ പോകുന്ന സമയത്ത് അക്രമങ്ങളുണ്ടായിട്ടുണ്ട്. അതിലെ അക്രമങ്ങളിൽ തിരിച്ചിട്ടുള്ള സംഗതികളും ഉണ്ടായിട്ടുണ്ടാകാം. PR കുറുപ്പിന്റെ വീടിന് നേരെ നടന്ന അക്രമമടക്കം ജില്ലയിൽ നടന്ന പല അക്രമ സംഭവങ്ങളും RSS നേരിട്ട് നടത്തിയതായിരുന്നുവെന്നും വാസു മാസ്റ്റർ വെളിപ്പെടുത്തി. മീഡിയ 1 കണ്ണൂർ.